ക്രിസ്തുവിനെക്കുറിച്ചറിയാൻ പറഞ്ഞു തരാൻ സുവിശേഷകരില്ല. ക്രിസ്തുവിനെക്കുറിച്ചറിയാൻ ക്രിസ്ത്യൻ ചർച്ചുകളില്ല. ബൈബിളുകൾ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു രാജ്യം. എന്നിട്ടും സൗദി രാജകൊട്ടാരത്തിനുള്ളിൽ ക്രിസ്തു പ്രത്യക്ഷനായി. ഒരു മുൻ സൗദി അറേബ്യൻ രാജകുമാരി തൻ്റെ രാജകീയ ജീവിതത്തിൽ നിന്നും യഥാർത്ഥ മോചനത്തിലേക്കുള്ള തൻ്റെ ശക്തവും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ യാത്രയാണിവിടെ നമ്മോട് വിവരിക്കുന്നത്. മുൻ സൗദി രാജകുമാരി അമീറ അമേരിക്കയിൽ 100 കൊലയാളികളോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഒന്നൊഴിയാതെ അവരെല്ലാം അത് വിശ്വസിച്ചു. നിങ്ങൾ വളരെ അകലെയാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. ഈ സെല്ലുകളിൽ നിങ്ങളെപ്പോലുള്ള ധാരാളം ആളുകൾ മാറുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അതെ, സത്യം ഇന്ന് നിങ്ങളിലും എത്തും, സുവിശേഷകയായ അമീറ പറയുന്നു. അമേരിക്കയിലുടനീളമുള്ള സുരക്ഷാ ജയിലുകൾക്കുള്ളിൽ നിന്ന് നിരവധി പേരുടെ ജീവൻ അപഹരിച്ച മനുഷ്യരോട് ഞാൻ യേശുവിൻ്റെ നാമം പ്രസംഗിച്ചു. ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ച് വളർന്നു വന്ന ഒരു സൗദി രാജകുമാരിയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവം എന്നെ കണ്ടെത്തി. പക്ഷേ ഞാൻ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് മുഴുവൻ കഥയും ഞാൻ നിങ്ങളോട് പറയാം. കാരണം ആ ജയിൽ ചുവരുകൾക്കുള്ളിൽ സംഭവിച്ചത് നിങ്ങളുടെ വിശ്വാസത്തെ ഇളക്കി മറിക്കും, അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് അതിനെ കെട്ടിപ്പടുക്കും, ഉറപ്പ്. എൻ്റെ പേര് അമീറ അൽ തവീൽ. ഞാൻ സൗദി മുൻ രാജകുമാരി. 1983 സൗദി അറേബ്യയിലെ റിയാദിലാണ് ഞാൻ ജനിച്ചത്. പിതാവിൻ്റെ പേര് ഐദാൻ ബിൻ നൈഫ് അൽ തവീൽ അൽ ഒദൈബി എന്നാണ്. നേരത്തെ വിവാഹമോചിതയായ എൻ്റെ അമ്മയും അമ്മയുടെ മാതാപിതാക്കളുമാണ് റിയാദിൽ എന്നെ വളർത്തിയത്. 18 വയസ്സുള്ളപ്പോൾ ഒരു സ്കൂൾ പത്രത്തിനായുള്ള അഭിമുഖത്തിനിടെ എന്നേക്കാൾ 28 വയസ്സ് കൂടുതലുള്ള അൽ വലീദ് ബിൻ തലാലിനെ കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ 2008 വിവാഹിതരായി. ഒദൈബ ഗോത്രത്തിൽ ജനിച്ച ഞാൻ 2008 അൽ വലീദ് ബിൻ തലാൽ അൽ സൗദിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഹൗസ് ഓഫ് സൗദിലെത്തി. സൗദി അറേബ്യയിലെ ഭരണം നടത്തുന്ന രാജകുടുംബമാണ് സൗദ് കുടുംബം. അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് രാജാവ് തൻ്റെ ഭാര്യ അമീറയെ സൗദി അറേബ്യയിലെ അൽ വലീദ് ബിൻ തലാൽ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർപേഴ്സണായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേധാവിയായും നിയമിച്ചു. അൽ വലീദ് ബിൻ തലാൽ ഫൗണ്ടേഷൻ ഗ്ലോബലിൻ്റെ ഇപ്പോഴത്തെ പേര് അൽ വലീദ് ഫിലന്ത്രോപ്പീസ് എന്നാണ്. ഖത്തറിലെ യുവജന തൊഴിൽ സംഘടനയായ സിലാറ്റെക്കിൻ്റെ ട്രസ്റ്റി ബോർഡ് അംഗവും സൗദി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ദീർഘകാലമായി വാദിക്കുന്നയാളുമാണ് അമീറ. ബുർക്കിന ഫാസോയിലെ അൽ വലീദ് ബിൻ തലാൽ വില്ലേജ് ഓർഫനേജ് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് സഹായവും ആശ്വാസവും അമീറയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. എഡിൻബർഗ് ഡ്യൂക്ക് പ്രിൻസ് ഫിലിപ്പിനൊപ്പം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രിൻസ് അൽ വലീദ് ബിൻ തലാൽ സെൻറ്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിനായും മുന്നിട്ടിറങ്ങിയത് അമീറയാണ്. അവിടെ വെച്ച് മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള 800ാം വാർഷിക മെഡൽ ഫിലിപ്പ് രാജാവിൽ നിന്നും അമീറ സ്വീകരിച്ചു. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശത്തിനായി പോരാടി. സൗദിയിലെ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ശാക്തീകരണത്തിനും പിന്തുണ നൽകിക്കൊണ്ട് NBCയുടെ ടുഡേ, CNN ഇൻ്റർനാഷണൽ, NPR എന്നിവയിലൂടെയും ടൈം മാഗസിൻ, ഫോറിൻ പോളിസി മാഗസിൻ എന്നിവയിലൂടെയും അമീറ അമേരിക്കയിൽ പരസ്യമായി സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് വീക്ക്, ദി ഡെയിലി ബീസ്റ്റ്, ദി ഹഫിംഗ്ടൺ പോസ്റ്റ് എന്നിവയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അമീറയെ പിയേഴ്സ് മോർഗൻ അഭിമുഖം നടത്തി. 2011 ക്ലിൻ്റൺ ഗ്ലോബലിൽ ഒരു പ്രത്യേക സെക്ഷനിൽ അവർ സംസാരിച്ചു. വിപ്ലവമല്ല, പരിണാമമാണ് നമുക്ക് വേണ്ടതെന്നാണ് സൗദി പരിഷ്കരണത്തോടനുബന്ധിച്ചുള്ള ബന്ധത്തിൽ അവർ പറഞ്ഞത്. ജനം പറയുന്നത് ഗവൺമെൻറ്റുകൾ കേൾക്കാത്തപ്പോൾ ആളുകൾ തെരുവിലിറങ്ങുന്നു. രാജ്യത്ത് സ്ഥിരത വേണമെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ സിവിൽ സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങൾ നാം നിർമ്മിക്കണം. 2011 അറേബ്യൻ ബിസിനസ് അച്ചീവ്മെൻറ്റ് അവാർഡ് ദാന ചടങ്ങിൽ അൽ വലീദ് ബിൻ തലാൽ ഫൗണ്ടേഷന് വേണ്ടി അമീറയ്ക്ക് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചു. 2012 മിഡിൽ ഈസ്റ്റ് ഏറ്റവും ശക്തരായ 100 അറബ് വനിതകളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു അമീറ. മിഡിൽ ഈസ്റ്റ് എക്സലൻസ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വുമൺ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ അവാർഡും അവർക്ക് ലഭിച്ചു. സൗദി റോഡുകളിൽ വാഹനമോടിക്കുന്ന ആദ്യ സ്ത്രീകളിൽ ഒരാളാകാൻ അവർ ആഗ്രഹിച്ചു. 2012 ബ്ലൂംബർഗിൽ ചാർലി റോസ് അമീറയെ അഭിമുഖം നടത്തി.
അൽ വലീദ് ഫൗണ്ടേഷനുകൾ വഴി സൗദി അറേബ്യയിലെ സ്ത്രീ പുരുഷന്മാരുടെ തുല്യതയ്ക്കും അവകാശങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും അമീറ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പോരാട്ടത്തിനധികം ദൈർഘ്യമുണ്ടായിരുന്നില്ല. അമീറ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത തവണ മുന്നറിയിപ്പില്ലാതെ അവരെ ശിക്ഷിക്കുമെന്നും സഹോദരൻ പ്രിൻസ് ഖാലിദ് മുൻ ഭർത്താവ് പ്രിൻസ് അൽ വലീദിന് മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പിൽ അൽ വലീദ് ഭയന്നുപോയി. അത് അവരുടെ വിവാഹമോചനത്തിലേക്ക് നയിച്ചു. അങ്ങനെ 2013 നവംബറിൽ വിവാഹമോചനം നേടി. അമേരിക്കയിലെ ന്യൂ ഹാവൻ സർവകലാശാലയിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അമീറ ബിരുദം നേടി. അമീറ 2018 സെപ്റ്റംബറിൽ പാരീസിൽ വെച്ച് എമറാത്തി കോടീശ്വരനായ ഖലീഫ ബിൻ ബൂട്ടി അൽ മുഹൈരിയെ വിവാഹം കഴിച്ചു. അവർക്ക് 2019 ജനിച്ച സായിദ് എന്നൊരു മകനുണ്ട്. ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തക അമീറ എന്ന മുൻ സൗദി അറേബ്യൻ രാജകുമാരി എങ്ങനെയാണ് ഇസ്ലാം മതം വിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത്? സൗദി രാജകുടുംബത്തിലെ രാജകുമാരി അമീറ തങ്ങളുടെ രാജകൊട്ടാരത്തിലെ ഒരു ക്രൈസ്തവ വിശ്വാസിയായ വീട്ടുജോലിക്കാരി ഉപേക്ഷിച്ചു പോയ ഒരു പുതിയ നിയമ ബൈബിൾ അമീറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരും കാണാതെ അതെടുത്ത് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ വെച്ച് അത് തുറന്നു വായിച്ചു. പേജുകൾ ഓരോന്നായി മറിക്കവേ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഞാൻ യേശുവാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും അവൾക്കതിൽ കാണാൻ കഴിഞ്ഞു. താൻ പോലും അറിയാതെ ക്രിസ്തുവിലേക്ക് അമീറ ആകർഷിക്കപ്പെടുന്നതായി അവൾക്ക് തോന്നി. അഴുക്കുപുരണ്ട ആ പുതിയ നിയമ പുസ്തകം അവളോട് ഹൃദ്യമായി സംസാരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി. അമീറ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി തൻ്റെ ജീവൻ യേശുവിനായി സമർപ്പിച്ചു. ദിവസങ്ങൾ കടന്നു പോകവേ ഒരു നാൾ അമീറയുടെ കുടുംബം അവൾ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരുന്ന ബൈബിൾ കണ്ടെത്തി. അതോടുകൂടി പൊല്ലാപ്പായി. തുടർന്ന് അമീറയെ അറസ്റ്റ് ചെയ്യുകയും വിശ്വാസത്യാഗം എന്ന കുറ്റം ചുമത്തുകയും ചെയ്തു. യേശുവിനെ തള്ളിപ്പറയണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് മുന്നിൽ അമീറ ധീരതയോടെ നിന്ന് യേശുവിനെ തള്ളിപ്പറയാൻ അവൾ വിസമ്മതിച്ചു. അതോടെ അവളെ കോടതി പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ദിവസം അർദ്ധരാത്രിയിൽ അവൾ കണ്ണുനീരോടെ യേശുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യേശു കേട്ടു. ജയിൽ മുറിയിൽ യേശു അമീറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ജയിൽ മുറി അപ്പോൾ വലിയ വെളിച്ചവും സമാധാനവും കൊണ്ട് നിറഞ്ഞു. യേശു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ജയിൽ മുറികളുടെ വാതിലുകൾ തുറന്നിരുന്നു. അവളുടെ ചലനങ്ങൾ പകർത്താൻ സുരക്ഷാ ക്യാമറകളോ CCTVയോ ഇല്ല. എല്ലാ സുരക്ഷാ ജീവനക്കാരും ഗാഠനിദ്രയിലായിരുന്നു. അപ്പോൾ അമീറ ജയിലിൽ നിന്നും ഇറങ്ങി ഓടി. അങ്ങനെ അവൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അമീറ ആംസ്റ്റർഡാമിലേക്ക് പോയി. അവിടെ അവൾ ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിച്ചു. അമീറയുടെ ഇപ്പോഴത്തെ പേര് ക്രിസ്റ്റബൽ എന്നാണ്. തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്ന ശബ്ദത്തെ പിന്തുടരാൻ അവൾ എല്ലാം പണയപ്പെടുത്തി. രഹസ്യ ബൈബിൾ വായനകൾ മുതൽ ധീരമായ അർദ്ധരാത്രി രക്ഷപ്പെടൽ വരെ അവളുടെ കഥ ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും കഥയാണ്. സമ്പത്തിലും അധികാരത്തിലും കർശനമായ മതപാരമ്പര്യത്തിലും ജനിച്ച അമീറ കൊട്ടാര മതിലുകൾക്കുള്ളിൽ ഉന്നത ജീവിതം നയിച്ചു. എന്നാൽ കണ്ട ഒരു സ്വപ്നത്തിനും യേശുക്രിസ്തുവിനെ നേരിൽ ദർശിച്ചതിനും ശേഷം അവളുടെ ജീവിതമാകെ മാറി. അമീറയുടെ ജീവിത സാക്ഷ്യം നിരവധി പേരുടെ മാനസാന്തരത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അത് തനിയെ നമ്മോട് സംസാരിക്കും. പക്ഷേ അത് കേൾക്കാനും കാണാനും നമുക്ക് മനസ്സുണ്ടാവണം. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.